ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ അറിഞ്ഞൊന്ന് വിചാരിച്ച എല്ലാവരെയും നിനക്ക് കുപ്പിയിലിറക്കാം. ആദ്യം അവളുടെ വലിപ്പം നിന്റെ കാര്യത്തിൽ നീ ഉപയോഗിക്കും. എന്നിട്ട് വെട്ടി വീഴ്ത്താം നമുക്ക്. ഒന്നോ രണ്ടോ തവണ ആളുകൾ രാധികയെ കാണാൻ ഗായിക ശ്യാമയെ പോലെ ഉണ്ടല്ലോ എന്ന് എന്റെ മുമ്പിൽ വെച്ചും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ അത് കാര്യമാക്കിയില്ല. അവളുടെ മുഖം കാണുന്നത് തന്നെ എനിക്കിഷ്ടമല്ല. പിന്നല്ലേ മുഖഛായ അന്വേഷിച്ച് നടക്കുന്നത്. എന്റെ കോളേജിലെ ചില ഫ്രണ്ട്സ് എന്നോടും ചോദിച്ചിട്ടുണ്ട്. അന്ന് ഞാനത് അത്ര കാര്യമാക്കിയില്ല. ആളുകൾ തമ്മിൽ പല സാമ്യങ്ങളും ഉണ്ടാവാറുണ്ടല്ലോ. പക്ഷേ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞത് ചേച്ചി നിന്ന് പാടുമ്പോ ശ്യാമ മേഡത്തിനെ പോലെ തന്നെ തോന്നിച്ചു എന്നാ. അടുത്തറിയുന്നവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അതൊരു നിസ്സാര കാര്യമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ശ്യാമയും അവളും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ആ ഫിദ എന്ന് പറയുന്നവള് ശ്യാമയ്ക്ക് വേണ്ടിയായിരിക്കും രാധികയെ സഹായിക്കുന്നത്. ഇനി ചേച്ചി ഗായിക ശ്യാമയുടെ മകളാണോ? കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് അങ്ങനെയാണോന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ അവര് ചേച്ചി സ്വീകരിക്കാത്ത? അച്ഛനോടും അമ്മയോടും വന്ന് സംസാരിക്കാത്ത എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ കൂടെ കൊണ്ടുപോയി നിർത്താത്ത? എന്തെങ്കിലും കാര്യം ഉണ്ടാവൂ. പക്ഷെ മോളെ, നമുക്ക് ഈ തോന്നിയത് സത്യമാണെങ്കിൽ ഗായിക ശ്യാമയുടെ മകളാണ് രാധികയെങ്കിൽ നിനക്കൊന്ന് കൈനീട്ടി തൊടാൻ പോലും പറ്റാത്ത ഉയരത്തിലായിരിക്കും അവള്. എനിക്ക് മനസ്സിലായി മുത്തശ്ശി. ശ്യാമ ഇനിയും ചേച്ചിയെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരുപക്ഷെ 1-2 വർഷങ്ങൾക്കുള്ളിൽ ഗായിക ശ്യാമയ്ക്ക് മുകളിലാവും ചേച്ചിയുടെ സ്ഥാനം. അപ്പൊ പിന്നെ ഇന്ന് എന്റെ കൂടെ നിൽക്കുന്നവര് പോലും ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. എടി, നമ്മുടെ തലയ്ക്ക് മീതെ വളർന്നാലേ വെട്ടാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. ശല്യം കൂടിയ നിനക്ക് വേണ്ടി അവളെ കൊല്ലാനും മുത്തശ്ശി മടിക്കില്ല. പക്ഷെ അതിനു മുമ്പ് നീ വേറൊരു കാര്യം ചെയ്യണം. എന്താ? രാധികയെ സഹായിക്കുന്ന ഫിദ മാഡത്തിനും ശ്യാമയ്ക്കും സിനിമാ ബന്ധങ്ങൾ ഒരുപാടുണ്ട്. അവര് വിചാരിച്ചാലേ നിന്നെ ഉയരങ്ങളിലേക്ക് കയറ്റുവാനും പറ്റും. ആദ്യം രാധികയെ, പിന്നെ ഫിദയെ നീ വിശ്വാസത്തിലെടുക്കണം. എന്നിട്ട് കിട്ടുന്ന അവസരങ്ങള് വാങ്ങിച്ചെടുക്കണം. അവള് ചത്തുപോകുന്നതിന് മുമ്പ് ആ കൂലിയെങ്കിലും നിനക്ക് കിട്ടണ്ടേ? നിന്റെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയതല്ലേ. പക്ഷെ ഇനി എങ്ങനെ ഞാൻ ചേച്ചിയോട് സഹായം ചോദിക്കുന്നേ? ചേച്ചി പറഞ്ഞാൽ തന്നെ ഫിദ മേഡത്തിന് മുൻപിൽ എങ്ങനെയാ ചെന്ന് എത്തുന്നേ? എല്ലാവരും എന്നെ കുഴപ്പക്കാരിയായിട്ടല്ലേ കാണുന്നുള്ളൂ. എടീ, ഈ പറഞ്ഞവരൊക്കെ നല്ലവരാടി. നല്ലവരാണെന്ന് പറഞ്ഞാ പൊട്ടന്മാരും ആയിരിക്കും. നീ അറിഞ്ഞൊന്ന് വിചാരിച്ച എല്ലാവരെയും നിനക്ക് കുപ്പിയിലിറക്കാം. ആദ്യം അവളുടെ വലിപ്പം നിന്റെ കാര്യത്തിൽ നീ ഉപയോഗിക്കും. എന്നിട്ട് വെട്ടി വീഴ്ത്താം നമുക്ക്. ഇത്രയും കാലം തന്തയും തള്ളയും ഇല്ലാതിരുന്ന ഒരുത്തിക്ക് ഇത്രയും വലിയൊരു അഡ്രസ് വരുന്നു കേൾക്കുമ്പോ ആ ഒരു ബുദ്ധിമുട്ട് എനിക്കും ഉണ്ട്. എടി, പക്ഷെ സത്യം അതാണെങ്കിൽ നേരിട്ടല്ലേ പറ്റൂ. നീ ചെന്ന് അവളെ കാണാൻ നോക്ക്. ശരി മുത്തശ്ശി. എന്തായാലും ചേച്ചിയുടെ കൂടെ ഫിദ മാഡത്തിന്റെ അവിടെ ഒന്ന് പോണം. ഒളിച്ചു കളികൾ കണ്ടുപിടിക്കണം. ചേച്ചി, മ്യൂസിക് സ്കൂളിലേക്കാണോ? അതെ. ഞാനും ചേച്ചിയുടെ കൂടെ വന്നോട്ടെ? എന്തു പറ്റി? അത് എനിക്ക് ഫിദ മാഡത്തിനൊന്ന് പരിചയപ്പെടാനായിരുന്നു. അതെന്തിനാ?
ഫിദ മാഡത്തിന് സിനിമാ ഫീൽഡിൽ എല്ലാരും പരിചയം ഉണ്ടായിരിക്കുമല്ലോ. ഏ ഫിദ മാഡത്തിന് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല. ഫിദ മാഡത്തിന് വ്യക്തിപരമായ ബന്ധങ്ങൾ വേണ്ട. പക്ഷെ ഫിദ മാഡം ശ്യാമ മാഡത്തിന്റെ പ്രിയപ്പെട്ടവളല്ലേ? ആ നിലയ്ക്ക് എല്ലാരും അറിയുമല്ലോ. അപ്പൊ ഫിദ മാഡം എവിടെയെങ്കിലും എന്നെ ഒന്ന് ശുപാർശ ചെയ്താലോ? അത് നന്നായിരിക്കില്ലേ? വേണ്ട പ്രിയങ്ക, അവരെ ഒന്നും ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓ, ഫിദ മാഡം ചേച്ചിക്ക് അമ്മയെ പോലെയാ. ഇനി ഞാൻ അവിടെ വന്ന ഫിദ മാഡത്തിനെ പരിചയപ്പെട്ട അതിലെന്തെങ്കിലും കുറവ് വരുമെന്ന് തോന്നിയിട്ടാവും. ഏ അങ്ങനെ ഒരു തോന്നലേ എനിക്കില്ല. ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. എന്നെ ബുദ്ധിമുട്ടിക്കാം, എന്റെ ജീവിതം ഇല്ലാതാക്കാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ? ചേച്ചി കാരണം എന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു? ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ടും അതൊക്കെ ഞാൻ ക്ഷമിച്ചില്ലേ? എന്തിന്റെ പേരില? നമ്മളെ ചേച്ചി അനിയത്തിയുമാണെന്നുള്ളതുകൊണ്ടാ. പക്ഷേ എന്റെ ഈ ആഗ്രഹം ഇപ്പൊ തള്ളിക്കളയുമ്പോ എനിക്ക് മനസ്സിലായി ചേച്ചിക്ക് അങ്ങനെയൊന്നും മനസ്സിലില്ലായിരുന്നു എന്ന്. എന്തൊക്കെയാ നീ പറയുന്നേ? എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ഒരു ആഗ്രഹം, അത് സിനിമയാ. ഫിദ മാഡം വഴി ശ്യാമ മാഡത്തിന് ഒരു ശുപാർശ കിട്ടിയ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു അതർ ലാംഗ്വേജിൽ എനിക്കൊരു സിനിമ കിട്ടും. അങ്ങനെ എന്തെങ്കിലും എനിക്ക് കിട്ടിയ ഞാൻ പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കില്ല, ചേച്ചിയെ പോലും. അതല്ല, ഞാൻ പറയുന്നത് നിഷേധിക്കാനാ ഉദ്ദേശമെങ്കിൽ ചേച്ചി പോയിക്കോ. കുടുംബജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും എനിക്കൊരു നേട്ടമില്ലാന്ന് എപ്പോഴെങ്കിലും ഒരു മൂലയിലിരുന്ന് ഞാൻ ആലോചിച്ചോളാം. മോളെ, നീ വിഷമിക്കണ്ട. ഞാൻ നിന്റെ ഫിദ മാഡത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. പിന്നെ മ്യൂസിക് സ്കൂളിന്റെ അന്തരീക്ഷം വളരെ ഒതുങ്ങിയതാ. ആ ഒരു പെരുമാറ്റം നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അവർക്ക് മുഷിക്കലൊന്നും തോന്നരുത്. ഓ ശരി. പിന്നെ ലൊക്കേഷനിലുണ്ടായ സംഭവങ്ങളൊക്കെ അവരെന്ന് നേരിട്ട് കണ്ടിട്ടുള്ളതാ. ചിലപ്പോ ഫിദ മാഡം അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. നീ പ്രതികരിക്കാനൊന്നും പോരുത്. നമ്മുടെ അമ്മ സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മ സംസാരിക്കുന്ന പോലെ എന്ന് കരുതിയാൽ മതി. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി. ഈ ഒരു കാര്യം ഒന്ന് സാധിച്ചു തന്നാലേ ഞാൻ ജീവിതകാലത്ത് എപ്പോഴും ചേച്ചിയോട് നന്ദിയുള്ളവളായിരിക്കും. നീ എന്നോട് നന്ദിയൊന്നും പറയണ്ട. നമ്മുടെ തമ്മിൽ എന്തിനാ അത്? ശരി, നീ ഇപ്പോ റെഡിയായിട്ട് വാ. റെഡിയാവാനൊന്നുമില്ല, വാ നമുക്ക് പോവാം. വാ.